Hi friends, എല്ലാവർക്കും AB ക്രിയേഷൻസിന്റെ ഒരു പുതുത്തം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കുമ്പോൾ സമയം നോക്കാറുണ്ടല്ലേ. ഒന്നല്ലെങ്കിൽ ഫോണിൽ നോക്കുക അല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലോക്കിൽ നോക്കുക. അപ്പോൾ ക്ലോക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ പലരും ഇങ്ങനെയൊക്കെ പോയി നോക്കുന്നുണ്ട്. പക്ഷേ ആ ഉറക്ക ക്ഷീണത്തിൽ പലരും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും കുറച്ചും കൂടി കിടന്നുറങ്ങും. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് കുറച്ചും കൂടി സ്മാർട്ടാക്കിയാലോ. സ്മാർട്ട് ഫോണിൽ നോക്കാം, അതേ രീതിയിലുള്ള സ്മാർട്ടാണ്, എന്നാലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കിയാലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ലെനോവേൻ്റെ സ്മാർട്ട് ക്ലോക്ക് എസെൻഷ്യൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നതെന്ന്. ബാക്കി വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ പറയാം. അപ്പോൾ നേരെ വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ, വേറെ ഒന്നും ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇറങ്ങിയ ലെനോവ സ്മാർട്ട് ക്ലോക്ക് എന്നൊരു മോഡലിൽ വരുന്ന ഒരു സ്മാർട്ട് ക്ലോക്കിൻ്റെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വെർഷനാണ് നമ്മുടെ ലെനോവ സ്മാർട്ട് ക്ലോക്ക് എസെൻഷ്യൽ. ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ബേസിക് സ്പെക്സിലേക്ക് വരാം. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ്. ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബിൽഡിംഗ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വോയിസ് വഴി നമുക്ക് അലാറം, റിമൈൻഡർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ നമ്മൾ എണീക്കുകയാണെങ്കിൽ നമുക്ക് സമയം ഇറങ്ങി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഗൂഗിൾ അസിസ്റ്റൻറ്റ് വാട്ട് ഈസ് ദ ടൈം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് കാരണം നമുക്ക് പല രീതിയിലുള്ള സ്മാർട്ട് ബേസിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഒരു ബിൽഡ് ഇൻ നൈറ്റ് ലൈറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ലൈറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടും. ലൈറ്റ് എഫക്റ്റ് എന്നല്ല, ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയ ലെനോവ ക്ലോക്കിൻ്റെ ലെനോവ സ്മാർട്ട് ക്ലോക്കിൻ്റെ കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷനാണ്. അതിൻ്റെ അനുസരിച്ചായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു ഇതിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സാധാരണ നമ്മൾ നോക്കാറുള്ള സ്പെക്സിലേക്ക് കിടക്കാം. ഒരു 4 ഇഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ക്ലോക്കിൽ കാണാൻ പറ്റും. 0.5 ഇഞ്ചിൽ വരുന്ന ഒരു 3 വാട്ടിൻ്റെ സ്പീക്കറും ബിൽട്ടിനായി വരുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ടാണ് ഈ ഒരു സ്പീക്കർ. കൂടാതെ തന്നെ 2 മൈക്രോഫോൺ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് 2 മൈക്രോഫോൺ വരുന്നുണ്ട്. ഈ ഒരു ക്ലോക്കിൻ്റെ മെമ്മറി പവർ, അതായത് സ്റ്റോറേജ് എന്ന് പറയുന്നത് 4GB റാമും 512 eMMC സ്റ്റോറേജാണ് ഈ ഒരു ക്ലോക്കിൽ അവർ പവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാറുള്ള കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5 വൈഫൈയും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഈ ഒരു ക്ലോക്കിന് ഭയങ്കര വിലയായിരിക്കുന്നു. പക്ഷേ ഈ ഒരു ക്ലോക്കിന് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് പ്രൈസാണ് ഉള്ളത്. 5000+ റുപ്പീസാണ് ഈ ഒരു ക്ലോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു മാസം അവർ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇപ്പോൾ തുടങ്ങിയെന്ന് അറിയില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പലവരുടെയും ആഗ്രഹമാണ് നമ്മുടെ റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാർട്ടാക്കണം, ചെറിയ രീതിയിലെങ്കിലും. ഇപ്പോൾ സ്മാർട്ട് പ്ലഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലെങ്കിലും ചെറിയ രീതിയിൽ സ്മാർട്ടാകാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ രീതിയിൽ ഉപകാരപ്പെട്ടേക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം കൊണ്ട് നമ്മുടെ റൂം എക്സ്പെക്ഷൻ ഫുള്ളായിട്ട് സ്മാർട്ടാക്കാൻ പറ്റില്ല. പിന്നീട് നമുക്ക് സ്മാർട്ട് പ്ലഗ് അങ്ങനെ പല രീതിയിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് റൂം പക്കയായിട്ട് സ്മാർട്ടാക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഈ ഒരു ക്ലോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കാം. പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെയും ബൈ.